ബൈബിൾ പഠന മാർഗനിർദ്ദേശങ്ങൾ ഭാഗം 4. ചിലരുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് അപ്രകാരം പക്വതയോടെ പെരുമാറുവാൻ കൊതി തോന്നാറില്ലേ? ഞാൻ പറയട്ടെ, അതൊരു നല്ല സ്വഭാവമാകുന്നു കേട്ടോ. മോശമായ കാര്യങ്ങളെ അനുകരിക്കുവാനാണ് അധികം മനുഷ്യരും ശ്രമിക്കാറുള്ളത്. എന്നാൽ സുബോധമുള്ളവർ നല്ല പെരുമാറ്റങ്ങളെ കണ്ടുപിടിച്ച് അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരും. അങ്ങനെ ചെയ്യുന്നത് എത്ര നല്ല കാര്യമാകുന്നു എന്നറിയാമോ? എന്നാൽ അതിന് നമുക്ക് ആവശ്യം നല്ല മാർഗനിർദ്ദേശങ്ങളാണ്. അത് നിരന്തരം നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതെ, ദൈവത്തിന്റെ തിരുവചനമാകുന്ന ബൈബിൾ. ബൈബിൾ എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്നത് എന്ന വസ്തുതയാണ് കഴിഞ്ഞ ചില ക്ലാസുകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ബൈബിൾ പഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളും നാം ചിന്തിക്കുകയുണ്ടായി. അതെ, ദൈവശ്വാസീയമായ ബൈബിൾ. അതുപോലെ തന്നെ നാം ചിന്തിക്കേണ്ട വ്യാഖ്യാനം എങ്ങനെയാണ്, പ്രകാശിപ്പിക്കൽ ഏത് വിധമാകുന്നു. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നാം ഈ പദങ്ങൾ കേൾക്കുമ്പോൾ തെറ്റിദ്ധരിച്ച് തെറ്റായി പഠിപ്പിക്കുന്ന വിധത്തിലേക്ക് പോകുവാൻ പാടില്ല. ദൈവം ശ്വസിച്ചതാണ്. അതാണ് അവിടുത്തെ അർത്ഥം. ബൈബിൾ ദൈവശ്വാസീയമാണ്. ദൈവം ശ്വസിച്ചതാകുന്നു. അത് അങ്ങനെ തന്നെ വിശ്വസിക്കാത്ത ഒരാൾക്ക് ബൈബിൾ കൊണ്ട് എന്താണ് പ്രയോജനം എന്നെനിക്കറിയില്ല. ഒരു നല്ല കവിതാ പുസ്തകമായോ ചരിത്ര പുസ്തകമായോ ആദർശങ്ങൾ ഉൾപ്പെട്ട ഒരു പുസ്തകമായോ ഒക്കെ വേണമെങ്കിൽ സൂക്ഷിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് അങ്ങനെയുള്ളവർക്ക് പ്രയോജനപ്പെടില്ല. ദൈവവചനം ദൈവശ്വാസീയമാകുന്നു എന്ന് വിശ്വസിക്കാത്തവർക്ക്. ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും അധികം അവന് സഹായകരമായ ഒന്നാണ് ബൈബിൾ. ഞാൻ വീണ്ടും പറയട്ടെ, ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും അധികം അവന് സഹായകരമായ ഒന്നാണ് ബൈബിൾ. ബൈബിൾ സ്വയമായി എങ്ങനെ പഠിക്കാം എന്ന് നാം ചിന്തിക്കുവാൻ ആരംഭിക്കുന്നതിനു മുൻപ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതും അത്യന്താപേക്ഷിതവുമായ ഏതാനും കാര്യങ്ങളോട് ബൈബിളിൽ തന്നെ ബൈബിളിനെ ഉപമിച്ചിരിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. ബൈബിളിൽ തന്നെ അത് എന്താകുന്നു എന്ന് ഉപമിച്ചിട്ടുള്ള ഏതാനും കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നോക്കാം. ഒന്നാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് 119 സങ്കീർത്തനം 105 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യമാണ്. അവിടെ നാം വായിക്കുന്നത്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 119 സങ്കീർത്തനം ബൈബിളിലെ തന്നെ ഏറ്റവും വലിയ അധ്യായമാണെന്ന് നമുക്കറിയാം. 176 വാക്യങ്ങളുള്ള ഈ അധ്യായം മുഴുവൻ പറയുന്നത് ദൈവവചനത്തെക്കുറിച്ചാണ്. കവിതാരൂപേണെ അതിമനോഹരമായി വിവരിച്ചിരിക്കുന്നത് ദൈവവചനത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചാണ്, പ്രയോജനത്തെക്കുറിച്ചാണ്. എല്ലാ വാക്യങ്ങളും അതാണ് വിശദീകരിക്കുന്നത്. ഈ സങ്കീർത്തനം മനപ്പാഠം പഠിക്കുന്നത് എന്ത് പ്രയോജനം ചെയ്യുമെന്നറിയാമോ? ഇതിനകത്ത് ദൈവവചനത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് അത് വിവരിച്ചിരിക്കുന്നത്. 105 വാക്യത്തിൽ പറയുന്നത് നമുക്കൊക്കെ മനപ്പാഠമാണല്ലേ. അവിടെ പറയുന്നത്, നിന്റെ വചനമാണ് എന്റെ ദൈനംദിന ജീവിതത്തിൽ എനിക്ക് ആവശ്യമായ പ്രകാശം തരുന്നത് എന്നത്രേ. ഇരുളടഞ്ഞ പാതകളിൽ മുൻപോട്ടു പോകുവാൻ പേടിച്ചു നിൽക്കുമ്പോൾ ദൈവവചനം വേണ്ട വെളിച്ചം പകരുന്നു. മുൻപിലുള്ള ആപത്തുകളെ, അപകടങ്ങളെ ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്നു. അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നത് ദൈവവചനത്താലാകുന്നു. എല്ലാ മനുഷ്യനും ആവശ്യമായിരിക്കുന്നത് മാർഗനിർദ്ദേശമാണ്. ശരിയായി മുൻപോട്ടു പോകുവാൻ സാധിക്കുന്നത് എപ്രകാരം എന്ന് അറിയണം. എന്നെക്കുറിച്ച്, എന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരുവാൻ കഴിയുള്ള വ്യക്തികളെ, അതിന് കഴിയുന്നതായ സാഹചര്യങ്ങളെ ഞാൻ എപ്പോഴും ആശ്രയിക്കാറുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമായത് എല്ലാം പറഞ്ഞു തരുന്നത് ദൈവത്തിന്റെ വചനമാകുന്നു. ഏത് വഴി പോകണമെന്ന്, എന്ത് ചെയ്യണമെന്ന് എല്ലാം ദൈവത്തിന്റെ വചനം നമുക്ക് കാണിച്ചു തരുന്നു.
മാത്രമല്ല, അന്ധകാരം നിറഞ്ഞ പാതയിൽ മുൻപോട്ടു പോകുവാൻ നാം ഭയപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനമാകുന്നു നമുക്ക് വെളിച്ചമായി, പ്രകാശമായി, ദീപമായി നമ്മെ നയിക്കുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ദൈവത്തിന്റെ വചനം നമ്മുടെ ആലോചനക്കാരനായിത്തീരുന്നു, നമുക്ക് വഴികാട്ടിയായിത്തീരുന്നു. ഇത് നാം ഉപയോഗിക്കുന്നിടത്തോളം മാത്രമേ നമുക്കത് പ്രയോജനം ചെയ്യൂ. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, വിളക്ക് കത്തിച്ച് പറയൻ കീഴല്ല, അത് ഉപയോഗിക്കണം. അടച്ചു വെച്ചതുകൊണ്ട് വിശേഷമില്ല. ദീപം, ദൈവവചനം നമ്മുടെ പാതയ്ക്ക് ദീപമാകുന്നു. രണ്ടാമതായി നാം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ആഹാരം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ആഹാരം, പാൽ. നമ്മുടെ ജീവിതത്തിൽ ഉന്മേഷത്തിനും വളർച്ചയ്ക്കും ആഹാരം എത്രമാത്രം ആവശ്യമാണെന്ന് ഞാൻ പറയാതെ താങ്കൾക്കറിയാമല്ലോ. ശരീരത്തിന് പാലും ആഹാര സാധനങ്ങളും ആവശ്യമായിരിക്കുന്നത് പോലെ ആത്മീക വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ദൈവത്തിന്റെ തിരുവചനം. ആഹാരം, ആത്മീക ആഹാരം ആകുന്നു ദൈവത്തിന്റെ വചനം. നാം ക്രമമായി ആഹാരം കഴിക്കണമില്ലേ? വേണ്ട ആഹാരം നാം പ്രത്യേകം കഴിക്കണം. ക്രമമായി ആഹാരം കഴിച്ചില്ല എങ്കിൽ സംഭവിക്കുന്നത് എന്തെന്ന് ഞാൻ പറയേണ്ട ഒരു കാര്യവുമില്ല. പലരും ക്ഷീണിച്ചും മടുത്തും അതുപോലെ യാതൊരു ഉന്മേഷമില്ലാതെയും ആത്മീകമായി രോഗം ബാധിച്ചുമൊക്കെ ഇരിക്കുന്നതിന്റെ കാരണം ഇപ്പോൾ മനസ്സിലായോ? ആത്മീകമായി വളരാത്തതിന്റെ കാരണം ആത്മീക ആഹാരമാകുന്ന ദൈവത്തിന്റെ വചനം ക്രമമായി ഭക്ഷിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. നാം ആഹാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആഹാരക്രമം വളരെ ചിട്ടയോടുകൂടെ നാം ചെയ്യേണ്ടതാണ്. നാം ആരും ആണ്ടിലൊരിക്കൽ ആഹാരം കഴിച്ച് ഞാൻ ഇനിയും വളരും എന്ന് ചിന്തിക്കാറില്ല. എല്ലാ ദിവസവും 3 നേരം കുറഞ്ഞതെങ്കിലും അതിൻ്റെതായ സമയത്ത് നാം കഴിക്കുമ്പോൾ അത് നമുക്ക് പ്രയോജനം ചെയ്യും. അതെ, ദൈവത്തിന്റെ വചനം അപ്രകാരം തന്നെയാണ്. ആത്മീക ആഹാരം കഴിക്കാത്തതിനാലാണ് ആത്മീകമായി വളരാത്ത, ആത്മീകമായി ശോഷിച്ച, ശുഷ്കിച്ച, മുരടിച്ച വ്യക്തികളെ നമുക്ക് ചുറ്റും നാം കാണുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം ആത്മീക ആഹാരമായി കണ്ടു ഭക്ഷിപ്പാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? ഈ ആഹാരം താങ്കളെ ആത്മീകമായി വളർത്തുന്നതാണ്, ഉന്മേഷമുള്ളവനാക്കി തീർക്കുന്നതാണ്. അനേകർക്കും ആത്മീക ജീവിതം ഒരു വലിയ വിരസത നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവർ അതിനകത്തൊരു താല്പര്യവും കാണിക്കാറില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ ഉന്മേഷമില്ലായ്മ. ദൈവത്തിന്റെ വചനം, അതെ, ആത്മീക ആഹാരം ക്രമമായി ഭക്ഷിക്കുന്നില്ല എന്നതാണ്. താങ്കൾ എന്നാണ് ഏറ്റവും ഒടുവിൽ ഈ ആഹാരം ഭക്ഷിച്ചത്? താങ്കൾ ദൈവവചനം എന്നാണ് വായിച്ചത് എന്നല്ല ഞാൻ ചോദിച്ചത്. ഒരുപക്ഷെ താങ്കൾ രാവിലെയും വൈകിട്ടും വായിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ അത് വാസ്തവത്തിൽ പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ താങ്കൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? ആസ്വദിച്ചിട്ടുണ്ടോ? പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനം ആത്മീക ആഹാരമാണ്. നമ്മുടെ കർത്താവ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. പത്രോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം വാഞ്ചിപ്പീൻ എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നീ തീഷ്ണതയോടെ ആഗ്രഹിക്കുക. ഒരു പിഞ്ചുകുഞ്ഞ് വിശക്കുമ്പോൾ പാലിനു വേണ്ടി കരയുന്നത് പോലെ നീ ദൈവത്തിന്റെ വചനത്തിനു വേണ്ടി വാഞ്ചിക്കണം. ഈ വാഞ്ച നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് വളർച്ച നമ്മിലുണ്ടാകുന്നത്. ഭക്ഷിക്കുക ആഹാരം, ദൈവം നൽകുന്നതായിട്ടുള്ള ഈ ആത്മീക ആഹാരം. മൂന്നാമതായി നാം കാണുന്നു ദൈവത്തിന്റെ വചനത്തെ ഉപയോഗിച്ചിരിക്കുന്ന മൂന്നാമത്തെ ഒരു പ്രയോഗം എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലും എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലും നാം കാണുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി
ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. എഫെസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. വാളിന്റെ ഉപയോഗം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. ശത്രുവിനോട് പൊരുതുവാൻ, അതിനു വേണ്ടിയിട്ടാണ് വാള്. നമുക്ക് ഒരു വലിയ പോരാട്ടമുണ്ട്. നാം കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അംഗീകരിച്ച് ഒരു ദൈവപൈതലായി തീരുമ്പോൾ പിന്നെ കളിക്കളത്തിലല്ല, പോർക്കളത്തിലാണ്. എല്ലാ ആയുധങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ തല സംരക്ഷിക്കുവാനായി കവചമുണ്ട്, നമ്മുടെ കാലിന് ചെരുപ്പുണ്ട്, നമുക്ക് പരിചയമുണ്ട്. എല്ലാം നൽകിയതായി എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഈ ആയുധങ്ങളെല്ലാം തന്നെ നമ്മെ സംരക്ഷിക്കാനായിട്ടാണ്. വാള് മാത്രമാണ് ശത്രുവിനെ തോൽപ്പിക്കുവാനായി നമുക്ക് തന്നിരിക്കുന്നത്. ദൈവവചനമാകുന്ന വാള്. ഇത് നമ്മുടെ കർത്താവ് അപ്രകാരത്തിൽ ഉപയോഗിച്ചതായി നാം കാണുന്നുണ്ട്. യേശു കർത്താവിന്റെ പരീക്ഷകൾ നാം പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പ്രത്യേകിച്ചും 3 പരീക്ഷകളിലും ശത്രുവിനെ വെട്ടിവീഴ്ത്തിയത് അവൻ ദൈവവചനം കൊണ്ടായിരുന്നു. നാം നമ്മുടെ ആദർശങ്ങൾ കൊണ്ടും നമ്മുടെ കഴിവുകൾ കൊണ്ടും നമ്മുടെ നല്ല നല്ല ആലോചനകൾ കൊണ്ടും ശത്രുവിന് മറുപടി കൊടുക്കുവാൻ ശ്രമിച്ചാൽ പരീക്ഷകളിൽ നാം പരാജയപ്പെടും, നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കാതെ വരും. എന്നാൽ നാം ദൈവവചനമാകുന്ന വാളെടുത്ത് ഉപയോഗിക്കുമ്പോൾ, ദൈവവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, പിശാച് ദൈവവചനം എങ്ങനെങ്കിലും തിരിച്ചും മറിച്ചും അത് കോട്ടിക്കൊണ്ട് നമ്മളെ അകറ്റിക്കളയുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം നാം ശരിയായ വിധത്തിൽ പഠിക്കുമ്പോൾ, ഉപയോഗിക്കുമ്പോൾ ശത്രു അതിന്റെ മുൻപിൽ നിൽക്കില്ല. ദൈവം വളരെ കൃത്യമായി ആദാമിനോടും ഹവ്വായോടും പറഞ്ഞതാണ് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്. എന്നാൽ ദൈവവചനത്തെ അവർ വിശ്വസിച്ചില്ല. ഹവ്വ പിശാചിനോട് പറഞ്ഞാൽ മതിയായിരുന്നു, ദൈവം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അത് കൃത്യമായും അങ്ങനെ തന്നെയാണ്. എന്നാൽ ദൈവവചനത്തെ വിശ്വസിക്കാതിരുന്നതിനാൽ, അത് എടുത്ത് പ്രയോഗിക്കാതിരുന്നതിനാൽ ഹവ്വ പരാജയപ്പെട്ടു. മനുഷ്യവർഗം മുഴുവൻ പാപികളായി തീർന്നു. വാള്, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ, തെറ്റിലേക്ക് നമ്മെ വലിച്ചിഴയ്ക്കുന്ന ഭാവങ്ങൾ വരുമ്പോൾ, അതങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ നാം ചെയ്യേണ്ടത് ദൈവവചനത്താൽ അതിനെ വെട്ടിവീഴ്ത്തുക എന്ന് പറഞ്ഞാൽ, ദൈവവചനം എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് അവിടെ ഓർക്കുകയും തെറ്റിലേക്ക് പോകാതെ ദൈവവചനത്തിലേക്ക് നാം തിരിയുകയും ചെയ്യുമ്പോൾ പിശാച് തോൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം ഓർക്കണം, ഒറ്റ ദിവസം കൊണ്ട് ആർക്കും വാൾ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. വാൾ ഉപയോഗിക്കുവാൻ നാം അഭ്യസിച്ചേ മതിയാകും. വാൾ ഉപയോഗിക്കുവാൻ അഭ്യസിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വിധത്തിൽ അത് പ്രയോജനം ചെയ്യൂ എന്ന കാര്യം ഓർക്കണം. വാള് ഉപയോഗിക്കുവാൻ അഭ്യസിച്ചിട്ടില്ലാത്ത ഒരാൾ വാള് കൊണ്ടിറങ്ങിയാൽ ശത്രു വാള് പിടിച്ചു വാങ്ങിച്ച് അവനെ തന്നെ വെട്ടും. ഇന്ന് അനേകർക്കും പറ്റിയിരിക്കുന്ന ഒരു വലിയ പരാജയം അതാണ്. തങ്ങൾക്ക് ദൈവവചനം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ദൈവവചനം അവർ തങ്ങൾക്ക് തോന്നിയതുപോലെ പറയുന്നതിനാൽ അത് പിശാച് പിടിച്ചു വാങ്ങിച്ച് ആയുധമാക്കി അവരെ തോൽപ്പിക്കുന്നു. അനേകര് ലജ്ജിതരായി തീർന്നിട്ടുള്ളത് അങ്ങനെ ഉള്ള രംഗങ്ങളിലാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ വാള് ക്രമമായി ഉപയോഗിക്കുവാൻ താങ്കൾ അഭ്യസിക്കുന്നുണ്ടോ? ഒന്ന് പരിശോധിച്ചാട്ടെ. ദൈവവചനമാകുന്ന വാൾ ഉപയോഗിക്കുവാൻ നാം പരിശീലിക്കണം, അഭ്യസിക്കണം. അതിന് താങ്കളെ സഹായിക്കുന്നതാണ് ഞങ്ങളുടെ ഈ പഠനം. അതുകൊണ്ട് ഇത് പ്രത്യേകം ഓർക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. എങ്ങനെ ശത്രുവിനോട് പടവെട്ടുവാൻ, പരീക്ഷകളെ നേരിടുവാൻ ദൈവവചനം ഉപയോഗിക്കണം എന്നത് ക്രമമായി ഇത് അഭ്യസിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഒടുവിലായി ദൈവവചനത്തെ മുഖം നോക്കുന്ന കണ്ണാടിയോട് ഉപമിച്ചിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. മുഖം നോക്കുന്ന കണ്ണാടിയില്ലാതെ ജീവിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് ഓർത്തേ. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ
ഒരിക്കലെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം വേറെ കാണില്ല. ഇന്ന് തന്നെ ഇതിനോടകം താങ്കൾ എത്ര പ്രാവശ്യം കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞു ഇല്ലേ? എന്തിനാണ് കണ്ണാടിയിൽ നോക്കുന്നത്? കണ്ണാടിയിൽ നോക്കുന്നത് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ വളരില്ല. കണ്ണാടിയിൽ നോക്കുന്നത് കൊണ്ട് പ്രകാശം പോലെ പ്രയോജനം ഉണ്ടാകില്ല, ഇല്ലേ? സാധാരണ നമ്മുടെ കുറവുകളെ കാണുവാൻ വേണ്ടിയാണ് നാം കണ്ണാടിയിൽ നോക്കുന്നത്. അഥവാ നമ്മെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ കുറ്റമില്ലാത്തവരായി നിർത്തുവാൻ കഴിയുമോ എന്ന്. നമ്മുടെ മുഖത്ത് ഏതെങ്കിലും വിധത്തിൽ കറയുണ്ടോ? തലമുടി ശരിയായിട്ട് ചീകിയിട്ടുണ്ടോ? നാം ഇതെല്ലാം നോക്കുന്നത് കണ്ണാടിയിൽ നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ ദൈവവചനവും നമ്മെ ഓരോ ദിവസവും പരിശോധിക്കുവാൻ സഹായിക്കുന്ന വിധത്തിൽ തന്നിട്ടുള്ളതാണ്. ദൈവവചനം നാം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് നാം എവിടെയായിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവവചനം നമ്മെ ശരിയായ പാതയിൽ നയിക്കുക മാത്രമല്ല, നമ്മുടെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതെ, കണ്ണാടിയിൽ നാം വല്ലപ്പോഴും നോക്കിയാൽ പോരാ, നാം എന്നും നോക്കണം. അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കാണുവാനായിട്ട് സാധിക്കും. ദൈവവചനം മുഖം നോക്കുന്ന കണ്ണാടിയാകുന്നു. നമ്മുടെ മുഖത്തുള്ള ചെളി, നമ്മുടെ ശരീരത്തിൻ്റെതായ അവസ്ഥ, അതെല്ലാം നമുക്ക് ആ കണ്ണാടിയിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവവചനം എത്ര സ്പഷ്ടമായിട്ടാണ് തുറന്ന മനസ്സോടെ അത് വായിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നത്, ഇല്ലേ? ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമായതാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. പ്രകാശം, ആഹാരം, അതുപോലെ തന്നെ വാള്, അതുപോലെ തന്നെ മുഖം നോക്കുന്ന കണ്ണാടി. ദൈനംദിന ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഈ കാര്യങ്ങളെ ദൈവവചനത്തോട് ഉപമിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവവചനം നാം ദൈനംദിനം ഉപയോഗിക്കണം എന്നുള്ളതുകൊണ്ടാണ്. വേറെ പലതുമായി ദൈവവചനം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഒന്ന്, ദഹിപ്പിക്കുന്ന തീയായി ദൈവവചനത്തെ ഉപമിപ്പിച്ചിട്ടുണ്ട്. വേറൊരു ഭാഗത്ത് പാറയെ പൊട്ടിക്കുന്ന ചുറ്റികയായി ദൈവവചനത്തെ ഉപമിച്ചിട്ടുണ്ട്. വെള്ളമായി, അതെ, ശുദ്ധി വരുത്തുന്ന വെള്ളമായി ദൈവവചനത്തെ ഉപമിച്ചിട്ടുണ്ട്. ഇതെല്ലാം അർത്ഥവത്തായിട്ടുള്ള ഉപമിപ്പിക്കലാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കുന്ന ഒരു മഹൽ സത്യം എന്തെന്നാൽ, ദൈവവചനം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാകുന്നു. ഇത് വായിക്കുകയും പഠിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് നൽകി തന്നിരിക്കുന്നതാണിത്. നമ്മുടെ വിശ്വാസത്തിന് ആധാരമായി, നമ്മുടെ ദൈനംദിന നടപ്പിന് ആധാരമായി നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ ദൈവവചനം നാം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ ദൈവവചനത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട്? ഈ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, അത്രയുമെങ്കിലും വില നാം ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ നൽകാറുണ്ടോ? അതോ ഇത് എനിക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുന്ന, ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ടാണോ നാം കണ്ടിരിക്കുന്നത്? പേടി കിട്ടാതിരിക്കാൻ നാം നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒന്നല്ല ദൈവവചനമാകുന്ന ബൈബിൾ. നാം ദൈവവചനമാകുന്ന ബൈബിൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ഒരു ഉന്നതമായ ഗ്രന്ഥമാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്? ഈ വചനം എങ്ങനെയാണ് സ്വയമായി പഠിക്കേണ്ടത് എന്നത്രേ അടുത്ത ക്ലാസ്സിൽ മുതൽ നാം ചിന്തിക്കുവാനായി പോകുന്നത്. അതിനു മുൻപ് നാം ഇതിന്റെ പ്രാധാന്യം ഗ്രഹിച്ചേ മതിയാകൂ. അത് നാം ഗ്രഹിക്കാത്തിടത്തോളം കാലം നമുക്ക് ഇത് പഠിക്കുവാൻ ഒരു ഉന്മേഷവും താല്പര്യവും കാണില്ല. നാം ഇത് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനാണ്, നമ്മുടെ ജീവിതത്തെ ഉന്മേഷമുള്ളതാക്കി തീർക്കുവാനായിട്ടാണ്, നമ്മുടെ ജീവിതം അർത്ഥവത്താക്കി തീർക്കുവാനായിട്ടാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർ കാണുമ്പോൾ അവർ കൊതിക്കുന്ന ഒരു ജീവിതം, നമ്മുടെ പെരുമാറ്റങ്ങൾ മറ്റുള്ളവർ കാണുമ്പോൾ അവർ കൊതിക്കുന്ന വിധത്തിൽ നാം പെരുമാറുന്ന ഒന്നാക്കി തീർക്കുന്നത്.
ലോകത്തിൽ പെരുമാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്ന അനേകരും ജീവിക്കാത്ത വിധം നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നാം അനുസരിക്കുമ്പോഴാണ്. ഇത് ഞാൻ വീണ്ടും പറയട്ടെ, നിഷ്പക്ഷമായി തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കില്ലേ? പ്രഥമമായി നാം ചെയ്യേണ്ടത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രഥമസ്ഥാനം നൽകുക, പിന്നെ പ്രയോജനകരമായി ദൈവവചനം പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ ലളിതമായി ഈ ദൈവവചനം പഠിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന കാര്യം ഞാൻ വിശദീകരിച്ചു തരാം. ശ്രദ്ധിക്കണേ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനാകുന്നു എന്ന് നീ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. അവിടുത്തെ വചനം അനുസരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ നീ സഹായിക്കണമേ. കർത്താവേ, ഈ വചനം ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. ഈ വചനം ഞങ്ങളുടെ ഉന്മേഷത്തിനും ആത്മീയമായ ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ളതാണല്ലോ. ഈ വചനം തന്നത് അവിടുത്തെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. ഇതിനെ ഒരിക്കലും ലാഘവ ബുദ്ധിയോടുകൂടെ കാണുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കരുത്. ഇത് ഏറ്റവും ഗൗരവമായി കണ്ട് നിന്റെ നാമത്തെ ഉയർത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ജീവസന്ദേശം 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 ജീവസന്ദേശം.